ഇന്നും പേടിച്ച അതേ സ്വപ്നം. നിന്നോട് ഞാൻ എത്രയടാ പറഞ്ഞു, ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യേ. നിന്നോട് ഞാൻ എത്രാമത്തെ പ്രാവശ്യം പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ലെന്ന്. എടാ ഒന്ന് മതി മതി, നമുക്ക് പിന്നെ തല്ലുകൂടിയാ പോരെ. 7:30 ചെല്ലാന്ന് പറഞ്ഞ മറന്നാ? അതോ ഓള് നിന്നെ കൊല്ലും. ഒരു വേദി കൂടിയായിട്ടാണ് ആകാശവാണി അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞതിൽ വളരെയധികം ആകാശവാണിക്ക് സന്തോഷമുണ്ട്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഞാൻ പോന്നേ. തീരെ സമയമില്ല ഉമ്മ. സ്റ്റാൻഡ് ഓളിന്ന് ലേറ്റ് ആയാൽ മതി പഠിച്ചോനെ. പാറിപ്പറക്കിണ്ട ശമ്പരുന്തേ, നീയുണ്ടോ ഞങ്ങളുടെ ബലിയോടം കണ്ട നാം കണ്ട മംഗലാപുരത്ത് മംഗലാപുരത്ത്. ചെല്ല് ചെല്ല്, കൈയോടെ വാങ്ങിച്ചോ. പോടാ, ഇന്ന് ഞാൻ എന്ത് പറഞ്ഞു ഒപ്പിക്കേണ്ട പഠിച്ചോനെ. റുബിയെ എണീക്കാൻ ലേറ്റായി അല്ലേ? കുറച്ച്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ. കാണാനെങ്കിലും സമയത്തിന് വന്നാൽ എന്താ എനിക്ക്? ഇഷ്ടാനെന്ന് ദിവസവും 100 കൂടി പറയാൻ മാത്രം അറിയാം. നീ ഒന്ന് ക്ഷമിക്കടേ. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ ഏത് കാര്യം നീ കേട്ടെ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എൻ്റെ റുബി, ഞാനത് തന്നെ ആലോചിക്കുന്നത്. പക്ഷെ അത് ഓർക്കുമ്പോൾ തന്നെ കൈയും കാലം പിറക്കുന്നുണ്ട്. നിനക്കറിഞ്ഞൂടെ എനിക്ക് കടൽ പേടിയാന്ന്? എനിക്ക് കേൾക്കണ്ട. റീഫ് കാണണമെന്ന് വെച്ചാൽ കാണണം. എന്നെക്കൊണ്ട് പറ്റാത്തോണ്ടല്ലേ റുബിയെ. റീഫ് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇനി അത് പറഞ്ഞിട്ട് എന്നോട് മിണ്ടിയാൽ മതി. മാലികുൽ മുൽക് ലാ ശരീക ലഹു വഹ്ദഹു ലാ ഇലാഹ ഇല്ലാഹു. ഹൃദയം പാടുന്നു ഗീതം, വിരല മീട്ടുന്നു ഈണം. പതിവായി കണ്ടിടും നിൻമിഴികളായിരം, കഥ ചൊല്ലാനെന്നിൽ നീ വരൂ. സാഹബാ 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 സാഹബാ. ജീവനാളം പോൽ നിന്നു, എൻ ജീവരാഗം പോൽ കേട്ടു. പതിവായി കണ്ടിടും നിൻമിഴികളായിരം, കഥ ചൊല്ലാനെന്നിൽ നീ വരൂ. സാഹബാ 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 സാഹബാ.
സാഹബാ ലാസ്റ്റിൽ എന്താ പറഞ്ഞു നിർത്തിയേ? അത് ഓർമ്മയില്ലേ? സെല്ലിനെ പറ്റി അല്ലേ? നമ്മുടെ കോശത്തിൻ്റെ അഗ്രഭാഗത്തായി ഒരു ഭിത്തിയുണ്ട്. അതാണ് സെൽ വാൾ. ദ്വീപിനെ കാത്തു സൂക്ഷിക്കുന്ന റീഫ് പോലെ. മനസ്സിലായില്ലേ? ഒന്നും ഉണ്ടടേ. റീഫ് കാണണം. നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കെന്താ? ഇത് പോയേ. റുബി, വിട് റുബിയെ. വിട്. കൈക്കറി പിടിക്കണ പന്നി. മുത്തൻ എന്റെ മയ്യത്ത് ഞാൻ എടുക്കും. ഒന്നും ചെയ്തിട്ടില്ല. മേല നീ എന്തിനാ നോക്കുന്നത്? ഇങ്ങോട്ട് പാടി. വിട് വിട് മുത്തോനെ വിട്. മുണ്ടരുത്, വരയിലെത്തട്ടെ. ഇവനെന്താടാ കടലിൽ തിരുപേടി? അതെനിക്കറിയില്ലേ, മോൻ്റെ വാപ്പനെ കടലെടുത്തല്ലേ. ഒന്ന് കുളിക്കാൻ പോലും കടലിൽ ഇറങ്ങുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ വരുന്നില്ലല്ലോ, ഞാനൊന്ന് നനഞ്ഞിട്ട് വരാം. അയ്യേ, എന്താടാ ഇത്? അപ്പോഴേക്കും ഇങ്ങനെ വിഷമിച്ചാലോ? നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടല്ലേ അവൾ നിന്നോട് തന്നെ ചോദിച്ചേ? എപ്പോഴും ഈ കടലിനെ പേടിച്ചിങ്ങനെ ഇരുന്നാൽ മതിയോ? പോണ്ടേ നമുക്ക് കടലിലേക്ക്? എൻ്റെ വാപ്പാനെ കൊണ്ടുപോയ കടലടാ, ഇങ്ങനെ പേടിക്കാണ്ടിരിക്കും. പോണം. പേടിപ്പിക്കുന്ന എല്ലാ സ്വപ്നങ്ങളെയും കൊണ്ടുപോയി കളയണം നീ. നമ്മുടെ കടലടാ, ദ്വീപിൻ്റെ കടൽ. പരിശ്രമിച്ചാൽ കീഴടങ്ങാത്തതായി ഈ ലോകത്തൊന്നും തന്നെയില്ല. അത് കടലായാലും ശരി, ആകാശമായാലും ശരി. എന്നിട്ട് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ദ്വീപിനെ കാക്കുന്ന പാറക്കെട്ടുകളാണ് റീഫുകൾ. റീഫ് കണ്ട് നിന്റെ ഉമ്മാന്റെ മനസ്സ് പറഞ്ഞു. ഉപ്പുവെള്ളം കുടിച്ച് വയറും. നല്ല ഫ്രഷ് കഥ. ഇതും കൂടി കൂട്ടി 1032 എണ്ണം. നിനക്ക് വേറെ പണിയൊന്നുമില്ലടി? ഈ കേട്ട തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കേ? ചെല്ല് റെഡിയാവ്, ഞാനുണ്ടാക്കാം. ഇന്ന് പോണം. കൊഞ്ചല്ലേ? ഉപ്പ, ആ കൂട്ടുകാരൻ മാമനോടെ നീന്താനൊക്കെ പഠിപ്പിച്ചില്ലേ?
നിനക്കറിയില്ല? അറിയില്ലടി? അറിയില്ല? എന്നാ അറിയണ്ട കേട്ടാ. നിന്നോട് ഞാൻ എത്ര ഇടപെടും ഒന്നും നൽകി. നിന്നോട് ഞാൻ എത്രാമത്തെ ഭാഷ പറയുന്നത് എന്നെ കൊണ്ട് പറ്റില്ല. എപ്പോഴും കടലിനെ പേടിച്ച് നിൽക്കുന്നതാണ്. പോണ്ടേ നമുക്ക് കടലിലേക്ക്. ഇവരൊറ്റയ്ക്ക് എന്തെന്നീ സംസാരിക്കുന്നത്? ജീവിതത്തിൽ പ്രചോദനം തരാൻ മറ്റൊരാളെ പ്രതീക്ഷിക്കരുത്. നാം തന്നെ നമ്മളെ അതിനായി പാകപ്പെടുത്തിയെടുക്കണം. ഭയമാണ് ഏറ്റവും വലിയ പരിമിതി. എൻ്റെ ഭയം കടലിനോടായിരുന്നു. പരാജയപ്പെടുമെന്ന ഭയത്തെ ജയിച്ചവരെല്ലാം ജീവിതത്തെ ഇങ്ങനെ സുന്ദരമായി നോക്കിക്കാണാൻ പഠിച്ചവരായിരിക്കും. കൂട്ടുകാരൻ മാമൻ എവിടെയെന്ന മോളുടെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: തത്വമസി. അത് നീയാകുന്നു.